നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എക്കണോമിക്സുകാരും മാത്സുകാരും സ്റ്റാറ്റിക്കാരും എല്ലാം ഉണ്ടായിരിക്കും. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നമ്മൾ മൈക്രോ എക്കണോമിക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. മൊഡ്യൂളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മാർക്കറ്റ് സ്ട്രക്ചേഴ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അഥവാ എക്കണോമിക്സുകാരല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് വലിയ ടോപ്പിക്കായിട്ട് തോന്നുമായിരിക്കും, അല്ലെങ്കിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. സ്പീഡ് കുറക്കാനാണെങ്കിലും അങ്ങനെ സ്പീഡിലാണ് പോകുന്നത് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ സജഷൻ ഉള്ളത് അത് കമന്റ് ചെയ്യാം കേട്ടോ. മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാം, അപ്പൊ തന്നെ പറഞ്ഞാൽ മതി. ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. എക്കണോമിക്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ക്ലാസ്സിലാണ് കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യട്ടെ, ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല. അതാ നിങ്ങൾക്ക് കേൾക്കുന്നില്ല അല്ലെങ്കിൽ സ്പീഡ് ആവുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. മാർക്കറ്റ് എന്താണെന്ന് കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? എല്ലാവർക്കും മാർക്കറ്റ് അറിയാം അല്ലെ? എക്കണോമിക്സുകാർ മാത്രമല്ല, എല്ലാവർക്കും മാർക്കറ്റ് എന്താണെന്ന് അറിയാം. എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആട്ടോ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് തന്നെ സിമ്പിൾ ആയിട്ട് തുടങ്ങാം. എക്കണോമിക്സ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ടെന്ന് കരുതിയിട്ടാണ് മാർക്കറ്റ് തന്നെ തുടങ്ങുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളും ആണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്താണ് മാർക്കറ്റ്? ഇറ്റ്സ് എ പ്ലേസ് വേർ അല്ലെ കമ്മോഡിറ്റീസ് ബോട്ട് ആൻഡ് സോൾഡ് അല്ലെ, സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്ലേസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെ. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് അല്ലെ. ബയേഴ്സ് കം ടുഗദർ ആൻഡ് എക്സ്ചേഞ്ച് ഗുഡ്സ് ആൻഡ് സർവീസസ്. എക്കണോമിക്സിലേക്ക് വരുമ്പം മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് ആണ്. എക്കണോമിക്സ് മാർക്കറ്റ് ഈസ് ആൻ institutional arrangement where buyers and sellers communicate each other, negotiate the price of a product and settle the price and transact their business. എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ, മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു ഫിസിക്കൽ ഓർ പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ടാവണമെന്നില്ല. അവർ ജോഗ്രഫിക്കലി സെപ്പറേറ്റഡ് ആയിരിക്കാം അല്ലെ, അവർ തമ്മിൽ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാവണമെന്നില്ല. മാർക്കറ്റ് ക്യാൻ ബി എ ഫിസിക്കൽ ലൊക്കേഷൻ ഓർ വെർച്വൽ ആകാം, അതായത് ഓൺലൈൻ ആകാം. ഓൺലൈൻ ആയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിലും അത് എന്താണ്? നമുക്ക് എക്കണോമിക്സിൽ മാർക്കറ്റ് തന്നെയാണ്. മനസ്സിലായല്ലോ? ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് അല്ലെ മാർക്കറ്റിൻ്റെത്. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സും സെല്ലേഴ്സും എവിടെയാണോ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഓൺലൈൻ ആകാം അല്ലെങ്കിൽ പേഴ്സണലി ആകാം, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർക്കറ്റ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആക്കാനൊന്നുമില്ല, ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആണ് മാർക്കറ്റിന്റെ അല്ലെ. മാർക്കറ്റ് പറയാതെ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് എന്താണ് എന്നുള്ളത് പറഞ്ഞത് അല്ലെ. ബയേഴ്സും സെല്ലേഴ്സും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. അത് വെർച്വൽ ആകാം അല്ലെങ്കിൽ ഫിസിക്കൽ ആവാം എന്നുള്ളതാണ്. കോമ്പറ്റീഷന്റെ ബേസിൽ നമ്മൾ മാർക്കറ്റിനെ 4 ആയിട്ടാണ് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ. ഏതൊക്കെയാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. On the basis of competition, market can be classified into 4. Perfect competition, monopolistic competition and oligopoly. നമുക്ക് മെയിൻലി പഠിക്കാനുള്ള 4 മാർക്കറ്റ് സ്ട്രക്ചറുകളാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒലിഗോപ്പൊളി. ഇവിടെ സ്പീഡൊന്നും ആവുന്നില്ലല്ലോ, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ അല്ലെ. മാർക്കറ്റ് എന്താന്ന് പറഞ്ഞു, 4 തരത്തിലുള്ള മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിന് ഫസ്റ്റ് വൺ ആണ് എന്ത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇറ്റ്സ് എ മാർക്കറ്റ് സ്ട്രക്ചർ characterized by the existence of a large number of buyers and sellers dealing with
homogeneous product is a market situation or structure in which there are large number of buyers and sellers dealing with homogeneous or identical or similar product. അല്ലെ, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവുന്ന ഒരു മാർക്കറ്റാണ്. എങ്ങനെയുള്ള പ്രോഡക്റ്റ് ആണ് അവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്? ഹോമോജീനിയസ് ആയിട്ടുള്ള, അതായത് ഒരുപോലെയുള്ള പ്രോഡക്റ്റ്, സിമിലർ ആയിട്ടുള്ള, ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റ് ആണ് കേട്ടോ. ഒരു തിയററ്റിക്കൽ മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, നോട്ട് എ റിയൽ മാർക്കറ്റ് സിറ്റുവേഷൻ. പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? അവിടെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടായിരിക്കും. പ്രോഡക്റ്റ് എങ്ങനെയുള്ളതാണ്? ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്. ഹോമോജീനിയസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഡിഫറൻസും ഇല്ല. ബ്രാൻഡിങ് ഒരുപോലെയാണ്, അല്ല അതിന്റെ ഫീച്ചേഴ്സ് ഒരുപോലെയാണ്. അതായത് ഐഡന്റിക്കൽ ആയിട്ടുള്ള, ഒരു സിമിലർ ആയിട്ടുള്ള, പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഏത് പേരിലും ചോദിക്കാം. നമുക്ക് ചിലപ്പോൾ ചോദ്യം വരെ എങ്ങനെയായിരിക്കും, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കോമ്പറ്റീറ്റീവ്ലി മാർക്കറ്റിലെ പ്രോഡക്റ്റ് ഏതാണ് എന്നുള്ളതാണ്. ഹോമോജീനിയസ് ആണോ, അല്ലെ നോൺ ഹോമോജീനിയസ് ആണോ, അതായത് ഹെട്രോജീനിയസ് ആണോ, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരിക. അല്ലെങ്കിൽ ഹോമോജീനിയസിന് പകരം വേറൊരു പേര് പറയാം, അല്ലെ ഐഡന്റിക്കൽ പ്രോഡക്റ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് എന്ന് പറയാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹോമോജീനിയസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ്. ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. അതിൽ ബോൾഡിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. എന്താണ്? പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഈസ് എ സിറ്റുവേഷൻ വേർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. നമ്മൾ മെയിൻലി ഇത് പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് ഇതിന്റെ സവിശേഷത തന്നെയാണ് കേട്ടോ. ബേസിക് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചോദിക്കും. നമുക്ക് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഉണ്ട് ഇവിടെ പഠിക്കാൻ. പിന്നെ ഇതിന്റെ സവിശേഷതകൾ, അതായത് ഫീച്ചേഴ്സ് അഥവാ അസംഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പിന്നെ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ ബോൾഡിങ്ങിന്റെ ഡെഫിനിഷൻ നോക്കുക. പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഈസ് എ സിറ്റുവേഷൻ വേർ large number of buyers and sellers are engaged in the purchase and sale of identically similar. Identically similar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹോമോജീനിയസ് തന്നെയാണ് കേട്ടോ. ഞാൻ ഡിഫറെന്റ് നെയിം പേര് യൂസ് ചെയ്തത് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ഹോമോജീനിയസിന് പകരം ഐഡന്റിക്കൽ പ്രോഡക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കേട്ടോ. ഹോമോജീനിയസ് ഓർ ഐഡന്റിക്കലി സിമിലർ പ്രോഡക്റ്റ് who are in close contact with one another and who buy and sell freely among themselves എന്നുള്ളതാണ്. ഡെഫിനിഷൻ ഒന്നും വേണ്ട, നമുക്ക് ഈ ഒരു ജസ്റ്റ് എന്താണ് എന്നുള്ള മാർക്കറ്റ് എന്താണ് എന്ന് ഈ ഒരു 2 സെന്റൻസ് തന്നെ പഠിച്ചാൽ മതി. സോ ഇതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണ്. അങ്ങനെ ഒരു മാർക്കറ്റ് നിലവിലില്ല. നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ മാർക്കറ്റ്, അതുപോലെ വീറ്റ് മാർക്കറ്റ്. ഇപ്പൊ ഓരോ പ്രോഡക്റ്റ് മാർക്കറ്റ് ഉണ്ടാവില്ലേ, വെജിറ്റബിൾ മാർക്കറ്റ്, വീറ്റ് മാർക്കറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു മാർക്കറ്റിനെ വെച്ച് നമുക്ക് പറയാമെന്നേ ഉള്ളൂ. പക്ഷെ ഇതെന്താണ്? തിയററ്റിക്കലി മാത്രം നിലനിൽക്കുന്ന ഒരു മാർക്കറ്റ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നിലവിൽ ഇല്ലാത്തൊരു അൺറിയലിസ്റ്റിക് മാർക്കറ്റ് ആണ് കേട്ടോ. ഒരു പ്രോഡക്റ്റ് തന്നെ ഡിഫറൻസ് ഇല്ലാത്ത ഒരൊറ്റ പ്രോഡക്റ്റ് ഉള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് നിലവിലില്ലല്ലോ. അതുകൊണ്ടാണ് എക്സാമ്പിൾ പറയാത്തത്. അൺറിയലിസ്റ്റിക്, ഇമാജിനറി ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ഓർ അസംഷൻസ്. ഈ നമുക്ക് എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ, എക്കണോമിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് അസംഷൻസിന്റെ ബേസിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിനും ഒരുപാട് അസംഷൻസ് ഉണ്ട്. അസംഷൻസ് തന്നെയാണ് ആ മാർക്കറ്റ് അങ്ങനെയാണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഒന്ന്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. എന്താണ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും? അതിന്റെ ഒരു അസംഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ബയേഴ്സും സെല്ലേഴ്സും. ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്. മാത്രമല്ല ഒരു സിംഗിൾ സെല്ലർക്കോ ബയർക്കോ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇവിടെ പറ്റില്ല. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സെല്ലർക്കും സാധിക്കില്ല, ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ബയർക്കും സാധിക്കുന്നില്ല എന്നുള്ളത്. അതായത് ഒരു സിംഗിൾ സെല്ലർക്കോ ബയർക്കോ സാധിക്കില്ല എന്നുള്ളതാണ്.
So no individual buyer or seller can affect the price. Large number of ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട് എന്നുള്ളതാണ് ഒരു സവിശേഷത. ജസ്റ്റ് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി ആ കണ്ടന്റ് കൊടുക്കുന്നേ ഉള്ളൂ. ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ്. ഒരു സിംഗിൾ സെല്ലർക്കോ ബയർക്കോ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ് രണ്ടും പറഞ്ഞ കാര്യമായോണ്ടാട്ടോ സ്പീഡ് പോകുന്നത്. ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്. നമ്മൾ അത്ര കാര്യം പഠിച്ചിട്ടുള്ളൂ. മാർക്കറ്റ് എന്താന്ന് പഠിച്ചു, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താന്ന് പഠിച്ചു. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താന്ന് ചോദിച്ചാൽ പറയാനുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് there are large number of buyers and sellers dealing with homogeneous product. സ്പീഡ് ആവുന്നില്ലല്ലോ അല്ലെ? സ്പീഡ് ആവുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കമന്റ് ചെയ്യേ. എക്കണോമിക്സുകാർക്ക് ഇതൊക്കെ അറിയുന്നതുകൊണ്ട് ചിലപ്പോൾ സ്പീഡായിട്ട് തോന്നും. പക്ഷെ അല്ലാത്തവർക്ക് സ്പീഡ് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, അറിയാത്തവർക്ക് കേട്ടോ. പിന്നെ ഹോമോജീനിയസ് പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ. സെൽ എ ഹോമോജീനിയസ് പ്രോഡക്റ്റ് so that no buyer has any preference for the product of any individual seller over others. അല്ലെ, ഹോമോജീനിയസ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ ഫേമും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ് ഒരേപോലുള്ള പ്രോഡക്റ്റ് ആണ്. ക്വാളിറ്റിയിലോ ബ്രാൻഡിങ്ങിലോ ഒന്നും തന്നെ യാതൊരു ഡിഫറൻസും ഇല്ല എന്നുള്ളതാണ് അസ്യൂം ചെയ്യുന്നത് കേട്ടോ, ഹോമോജീനിയസ് പ്രോഡക്റ്റ് എന്നതുകൊണ്ട്. സോ ബയറിന് അതുകൊണ്ട് തന്നെ എന്നാ ഒരു സിംഗിൾ സെല്ലറോട് പ്രിഫറൻസ് ഇല്ല. അപ്പൊ ഞാനൊരു ബയർ ആണെങ്കിൽ ഞാൻ ഇന്ന സെല്ലറിൽ നിന്ന് മാത്രമേ പ്രോഡക്റ്റ് വാങ്ങും എന്നുള്ള ഒരു പ്രിഫറൻസ് എനിക്ക് ഇവിടെ ഇല്ല. കാരണം എന്താ, പ്രോഡക്റ്റ് എല്ലാം ഒരുപോലെയാണോ, യാതൊരു തരത്തിലുള്ള ഫീച്ചേഴ്സിലോ അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിലോ ഒന്നും തന്നെ യാതൊരു ഡിഫറൻസും ഇല്ല, പ്രൈസിലും ഡിഫറൻസ് ഇല്ല. സോ എനിക്ക് എന്താണ്, അതുകൊണ്ട് തന്നെ ഇന്ന സെല്ലറിൽ നിന്ന് ഈ പ്രോഡക്റ്റ് വാങ്ങും എന്നുള്ള ഒരു പ്രിഫറൻസ് എന്നെ സംബന്ധിച്ച് ഇല്ല. ഏതൊരു ബയറിനെയും സംബന്ധിച്ച് എന്ത് ചെയ്യാ, ഒരു സെല്ലറിനോട് പ്രത്യേക പ്രിഫറൻസ് ഇല്ല എന്നുള്ളതാണ് അല്ലെ. നോ ബയർ അല്ലെങ്കിൽ ബയർ ഡു നോട്ട് പ്രിഫർ വൺ സെല്ലർ ഓവർ അനദർ എന്ന് പറയുന്നത് എല്ലാവരും ഈക്വലി പ്രിഫേർഡ് ആണ്. ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ബയർക്ക് ഒരു പ്രത്യേക സെല്ലറിനോട് പ്രിഫറൻസ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, പ്രോഡക്റ്റ് എന്താണ്, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. ജസ്റ്റ് ഇവിടെ എഴുതാം. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെർഫെക്റ്റ്. ഹോമോജീനിയസ് ആയതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് എന്താണ്, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. അതിന്റെ പ്രൈസ് വിൽ ഓൾസോ യൂണിഫോം എവരിവെയർ എന്നുള്ളതാണ്. യൂണിഫോം പ്രൈസിനായിരിക്കും എവിടെയും പ്രോഡക്റ്റ് വിൽക്കപ്പെടുന്നത്. ഇതൊക്കെ ഇതിന്റെ അസംഷൻ അഥവാ സവിശേഷതകളാണ്. നമുക്കതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു മാർക്കറ്റ് തന്നെ ഇമാജിനറി ആണ്, മനസ്സിലായി, ജസ്റ്റ് ഒരു തിയറിയാണ്. നെക്സ്റ്റ് വൺ എന്താണ്, പെർഫെക്റ്റ് നോളജ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പെർഫെക്റ്റ് നോളജ് ഓർ ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ബോത്ത് ബയർ ആൻഡ് സെല്ലർ ഹാവ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കണ്ടീഷൻസ് ഓഫ് ദി മാർക്കറ്റ് അല്ലെ. ബയർക്കും സെല്ലർക്കും മാർക്കറ്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻ രണ്ടുപേർക്കും ഉണ്ടാകും എന്നുള്ളതാണ്. പ്രോഡക്റ്റിന്റെ പ്രൈസ് എത്രയാണ് അല്ലെ, പ്രോഡക്റ്റ് ബയേഴ്സ് വാങ്ങാൻ തയ്യാറാകുന്ന വില, എത്ര ക്വാണ്ടിറ്റി അവർ വാങ്ങാൻ തയ്യാറാണ്, സെല്ലേഴ്സ് വിൽക്കാൻ തയ്യാറാകുന്ന വില എത്രയാണ്, അല്ലെ എത്ര ക്വാണ്ടിറ്റി അവർ വിൽക്കാൻ തയ്യാറാണ്. ഇങ്ങനെ മാർക്കറ്റിന്റെ കണ്ടീഷൻസിനെ കുറിച്ച് കൃത്യമായ ധാരണ ആർക്കുണ്ടാകും, ബയർക്കും സെല്ലർക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് അവർ ഒരു യൂണിഫോം പ്രൈസ് ആക്സെപ്റ്റ് ചെയ്യുന്നതും യൂണിഫോം പ്രൈസിന് അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രൈസിന് അവർ എന്ത് ചെയ്യുന്നത്, പ്രോഡക്റ്റ് വിൽക്കുന്നത്. പെർഫെക്റ്റ് നോളജ് റിഗാർഡിംഗ് ദ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റിൽ ഒരു സിംഗിൾ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഐഡന്റിക്കൽ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ, അത് ഐഡന്റിക്കൽ പ്രൈസിന് വിൽക്കാൻ തയ്യാറാകുന്നത് എന്താണ്, അവർക്ക് രണ്ടുപേർക്കും രണ്ട് സൈഡിനെയും കുറിച്ച് കൃത്യമായ ധാരണയുള്ളത് കൊണ്ടാണ്. പെർഫെക്റ്റ് നോളജ്, പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പെർഫെക്റ്റ് ഇൻഫർമേഷൻ ആണ് എന്നുള്ളതാണ്. ദർ ഇസ് നോ ഇൻഫർമേഷൻ അസിമെട്രി. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്. ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലർ ആണ് കേട്ടോ. ഒരു സെല്ലറിനെയാണ് ഇവിടെ ഫേം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാ ഒരുപാട് ഫേമുകൾ ചേരുന്നതാണ് എന്ത്, ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇല്ല, എല്ലാരും കേൾക്കുന്നില്ലേ? ഓക്കെ, ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സിംഗിൾ സെല്ലർ ആണ് കേട്ടോ. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫേംസ് ചേരുന്നതാണ് എന്ത്,
ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഒരുപാട് ഫേമുകൾ ചേരുന്നതാണ് ഇൻഡസ്ട്രിയിലേക്ക്. ഈ ഇൻഡസ്ട്രിയിലേക്ക് എന്ത് ചെയ്യാം, പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഇൻഡസ്ട്രിയിലേക്ക് ഏതൊരു ഫേമിനും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. അവിടെ ഒരു തരത്തിലുള്ള ബാരിയേഴ്സ്, ഇപ്പോൾ ഹൈ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്, ബാരിയർ എന്ന് പറയുമ്പോൾ ഹൈ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്, അതായത് ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാനുള്ള കോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള അതുപോലെ ലീഗൽ ആയിട്ടുള്ളതോ സോഷ്യൽ ആയിട്ടുള്ളതോ ആയ യാതൊരു റെസ്ട്രിക്ഷൻസും പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഏതൊരു ഫേമിനും എപ്പോൾ വേണമെങ്കിലും ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാം. ഇൻഡസ്ട്രിയിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ട്, അല്ലെ ഹൈ പ്രോഫിറ്റ് ഉണ്ട്, അതിനോട് അട്രാക്റ്റഡ് ആയിട്ട് ഏത് ഫേംസിനും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. അതുപോലെ ലോസ് ഉണ്ടാകുന്ന സമയത്ത് ഫേംസിന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ആയാം. യാതൊരു തരത്തിലുള്ള കോസ്റ്റുകളും അവിടെ ഇല്ല എന്നുള്ളതാണ് അസ്യൂം ചെയ്യുന്നത്, അല്ലെ ഇതിന്റെ ഒരു സവിശേഷതയായിട്ട് അവർ അതാ പറഞ്ഞത്, ഇമാജിനറി ആണ് അല്ലെ. ഫേമിന് എപ്പോൾ വേണമെങ്കിലും വരാം, പിന്നെ നഷ്ടമാണ് എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യാം, ഇട്ടിട്ട് പോകാം എന്നുള്ളതാണ്. അവിടെ യാതൊരു തരത്തിലുള്ള ബാരിയേഴ്സും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സവിശേഷത. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്, ഇൻഡസ്ട്രിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം, എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. പിന്നെ ഒന്ന് പെർഫെക്റ്റ് മൊബിലിറ്റി ആണ്. എന്തിന്റെയാണ് പെർഫെക്റ്റ് മൊബിലിറ്റി വരുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു large number of buyers and sellers, homogeneous product, perfect knowledge regarding the market condition, free entry and exit of firms, and perfect mobility of factors of production. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതായത് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് അല്ലെ, അല്ലെങ്കിൽ ഇൻപുട്സ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആണ് അല്ലെ. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എക്കണോമിക്സിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്ന് അറിയോ? ഏതൊക്കെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉള്ളത്? നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഘടകങ്ങളെ നമ്മൾ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ, അങ്ങനെ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് അല്ലെ. എക്കണോമിക്സിൽ നമ്മൾ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഞാൻ FOP എന്ന് ഇവിടെ എഴുതുന്നതാണ് കേട്ടോ. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, അല്ലെ ക്യാപിറ്റല്, ഓർഗനൈസർ അഥവാ എന്റർപ്രണർ എന്ന് പറഞ്ഞ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് എക്കണോമിക്സിലുള്ളത്. അതായത് നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഘടകങ്ങളാണ്. ഇതെന്ത് ചെയ്യാം, ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി ഫ്രീലി മൂവബിൾ ആണ് എന്നാണ് പറയുന്നത്. നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ആവശ്യാനുസരണം നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന പറയുന്നത്. യാതൊരു തരത്തിലുള്ള കോസ്റ്റും അതിനില്ല. There must be a perfect mobility of factors of production within the country which ensures a uniform cost of production in the entire economy എന്നുള്ളതാണ്. അതായത് നമുക്ക് ലാൻഡിന് അല്ലെങ്കിൽ ലേബറിന്, ഇപ്പൊ ലേബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ഇന്റൻസീവ് ആക്കിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇവിടെ ലേബർ വേണമെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മറ്റൊരു ഇൻഡസ്ട്രിയിലേക്ക് വിത്തിൻ ദി കൺട്രി മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പെർഫെക്റ്റ് മൊബിലിറ്റി എന്ന് പറയുന്നത്. അവിടെ കോസ്റ്റ് ഒന്നും വരുന്നില്ല, യാതൊരുവിധ കോസ്റ്റും ഇല്ല. എംപ്ലോയ്മെന്റ് ലേബറിനെ നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് മറ്റൊരു ഇൻഡസ്ട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കുമ്പോൾ കോസ്റ്റ് ഇല്ല, ഫ്രീ മൊബിലിറ്റി ആണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ മറ്റൊരു അസംഷൻ എന്ന് പറയുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഒന്നാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. സീറോ ട്രാൻസ്പോർട്ട് കോസ്റ്റ് എന്നാണ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ അസ്യൂം ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്താണ്? സീറോ ആണ് എന്നാണ്. അത് ഇങ്ങനെയൊരു ഇമാജിനറി മാർക്കറ്റ് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇമാജിനറി അസംഷൻസ് ഇവിടെ ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഇമാജിനറി ആണ്. ഇതൊക്കെ ഇതിന്റെയൊക്കെ ബേസിലാണ് ഈ മാർക്കറ്റ് ഇങ്ങനെയാണ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് ഓൾറെഡി അസ്യൂം ചെയ്ത് ഫിക്സ് ആക്കി വെക്കുന്നു. പെർഫെക്റ്റ് മൊബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഇല്ല അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് സീറോ ആണ്, അതുകൊണ്ട് തന്നെ മൂവ് ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ കോസ്റ്റും ഇല്ല, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് എന്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം നോക്കുക. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പ്രൈസും ഔട്ട്പുട്ടും ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. എങ്ങനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവിൽ പ്രൈസ് നിർണ്ണയിക്കുന്നത്, ആരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ഗ്രാഫ് നോക്കൂ.
ഇവിടെ DD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കർവാണ്. SS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ കർവാണ്. ഡിമാൻഡ് സപ്ലൈ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അല്ലെ? എല്ലാവർക്കും ഡിമാൻഡ് സപ്ലൈ എന്താണെന്ന് അറിയായിരിക്കും. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്നാ? The amount or quantity able to buy at a given price ആണ്. അതായത് ഒരു ബയർ വാങ്ങാൻ സാധിക്കുന്ന, അല്ലെ അയാൾ വാങ്ങുന്ന ഒരു ഗിവൺ പ്രൈസിന് അയാൾ വാങ്ങുന്ന എമൗണ്ടിനെയാണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലെ. നമ്മളൊരു പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൈസ് വില കൊടുത്തത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രമ്യ കൈതട്ടിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ടാണോ? ഡൗട്ട് ഉണ്ടോ ഡിമാൻഡ് എന്താണ് സപ്ലൈ എന്നുള്ളത്? നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അത് സിമ്പിൾ ആണെങ്കിലും ചിലപ്പോൾ അല്ലാത്ത സബ്ജക്റ്റുകാർക്ക് പെട്ടെന്ന് അത് കിട്ടണം എന്നില്ല. ഡൗട്ടാണോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഡിമാൻഡ് എന്താന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അതുപോലെ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലർ അല്ലെ, ഒരു പ്രൈസിന് സെല്ലർ വിൽക്കാൻ തയ്യാറായിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഡിമാൻഡ് സപ്ലൈ അറിയാലോ അല്ലെ. ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാൻ തയ്യാറായിട്ടുള്ള ക്വാണ്ടിറ്റിയും സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാൻ തയ്യാറായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. ഇവിടെ ഈ ഫിഗറിൽ DD എന്ന് പറയുന്നത് ഇത് ഇൻഡസ്ട്രിയുടെ ആണ്, ഇത് ഫേമിന്റെ ആണ്. ഇവിടെ DD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവാണ്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരുപാട് ഫേമുകൾ ചേരുന്നതാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതൊരു സിംഗിൾ ഫേമിന്റെ അല്ലെ ഒരു സിംഗിൾ സെല്ലറുടേതാണ്, ഇതൊരു ഇൻഡസ്ട്രിയുടേതാണ്. DD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവാണ്. അതായത് ഡിഫറെന്റ് ഡിമാൻഡ് കർവ് എന്താ കാണിക്കുന്നത്? ഡിഫറെന്റ് പ്രൈസ് ലെവലില് അല്ലെ. ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഇതാണ് സെപ്പറേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവാണ്. ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ പറയാം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അതായത് ഇവിടെ പ്രൈസ് ആണ് കൊടുക്കുക, ഇവിടെ ക്വാണ്ടിറ്റി ആണ്. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി, ഇത് Q എന്നാണ് കേട്ടോ. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ആൻഡ് Y ആക്സിസിൽ പ്രൈസ് ആയിരിക്കും. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഡിമാൻഡ് കർവ് കാണിക്കുന്നത് ഡിഫറെന്റ് ലെവൽ ഓഫ് പ്രൈസിൽ ബയേഴ്സ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത് എന്നർത്ഥം. ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതായത് പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രൈസ് കൂടുമ്പോൾ നോർമലി എന്ത് സംഭവിക്കും? ഡിമാൻഡ് കുറയും. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും എന്നുള്ള, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതാണ് ഈ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഡിമാൻഡ് കർവ്, ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ അല്ല, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്, നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത് എന്നാണ്. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഡിമാൻഡ് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുന്നതിന്, ഇത്രയും ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, പ്രൈസ് കൂടുമ്പോൾ എന്താണ്? ഡിമാൻഡ് കുറയും. ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ സപ്ലൈ കർവ് എന്താ? ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് SS അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് കേട്ടോ. ഡിമാൻഡ്, ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെങ്കിൽ സപ്ലൈ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്വേർഡ് സ്ലോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈയും പ്രൈസും തമ്മിൽ എന്താണ്? ഡയറക്റ്റ് റിലേഷൻ ഉള്ളത്. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് തന്നിട്ടുണ്ട്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ് തന്നിട്ടുണ്ട്, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. നമുക്ക് വേണ്ടത് ഇതൊന്നും അല്ലേ, ജസ്റ്റ് എന്താണ് സപ്ലൈ എന്നും ഡിമാൻഡ് എന്നും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ ഷേപ്പും ചിലപ്പോൾ അങ്ങനെ ചോദ്യം വരാം കേട്ടോ. അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെ, ദ ഡിമാൻഡ് കർവ് ഓഫ് ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് ചോദിച്ചാൽ എന്ത് എഴുതണം? അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് എന്ന് എഴുതണം കേട്ടോ. ഡൗൺവേർഡ്
സ്ലോപ്പിംഗ് ആണ്. സോ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ പറയാൻ വന്നത് ഇതാണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവും അതുപോലെ ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ്, അതായത് ഇതിനെ നമ്മൾ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് എന്ന് പറയും, മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയും. മാർക്കറ്റ് ഡിമാൻഡ് കർവും അതുപോലെ മാർക്കറ്റ് സപ്ലൈ കർവും ഈക്വൽ ആകുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വലിബ്രിയം എന്ന് പറയുന്നത്. അതായത് ഈ ഇക്വലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്, ഡിമാൻഡും സപ്ലൈയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഇക്വലിബ്രിയം എന്ന് പറയുന്നത്. ഈ ഇക്വലിബ്രിയത്തിൽ നിന്ന് നമ്മൾ ഈ പ്രൈസിലേക്ക് വൈ ആക്സിസിലേക്ക് നമ്മൾ ഡോട്ട് ചെയ്ത് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഇക്വലിബ്രിയം പ്രൈസ് കിട്ടും. അതായത് ഇക്വലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസിനെ നിർണ്ണയിക്കുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആണ്. മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയുമാണ്. ഡിമാൻഡും സപ്ലൈയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ ഇക്വലിബ്രിയം പ്രൈസ് നിർണ്ണയിക്കുക. ഇക്വലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OP. Equilibrium price is the price at which quantity demanded is equal to quantity supply. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിന, ഡിമാൻഡ് സപ്ലൈ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടായോന്ന് അറിയില്ല. മനസ്സിലായിനോ ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ എവിടെയാണ് ഇക്വലിബ്രിയം? ഒന്നുമില്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? ഇൻഡസ്ട്രീന്റെ ഡിമാൻഡും ഇൻഡസ്ട്രീന്റെ സപ്ലൈയും ആണ് പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അത്രയാണ് പറഞ്ഞിട്ടുള്ളത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ പ്രൈസിനെ നിർണ്ണയിക്കുന്നത് ആരാണ്? ഇൻഡസ്ട്രിയുടെ ഡിമാൻഡും ഇൻഡസ്ട്രിയുടെ സപ്ലൈയും ഈക്വൽ ആകുന്നിടത്താണ് പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈസ് മേക്കർ ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ആരാണ്? ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രൈസ് മേക്കർ ആണ്. ഈ ഇൻഡസ്ട്രി ഫിക്സ് ചെയ്യുന്ന പ്രൈസ് എന്ത് ചെയ്യുന്നു? ആര് ആക്സെപ്റ്റ് ചെയ്യുന്നു? ഫേം ആക്സെപ്റ്റ് ചെയ്യുന്നു. സോ ഫേം ഈസ് എ പ്രൈസ് ടേക്കർ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇൻഡസ്ട്രി പ്രൈസ് മേക്കർ, ഇൻഡസ്ട്രിയിൽ മാർക്കറ്റ് ഡിമാൻഡും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡും സപ്ലൈയും കൂടി പ്രൈസിനെ നിർണ്ണയിക്കുന്നു. ആ ഫിക്സ് ചെയ്യുന്ന പ്രൈസിനെ ആര് ആക്സെപ്റ്റ് ചെയ്യുന്നു? ഫേം ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു പ്രൈസിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ക്വാണ്ടിറ്റി, അവർ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടാവുക. ഫേം ആ ഒരു പ്രൈസിന്, ഇൻഡസ്ട്രി ഫിക്സ് ചെയ്യുന്ന പ്രൈസിനാണ് അവരെന്ത് ചെയ്യുന്നത്? സെല് ചെയ്യുന്നത്. ഫേം സെല്ല് ഹോമോജീനിയസ് പ്രോഡക്റ്റ് അറ്റ് എ സിംഗിൾ പ്രൈസ് ഓർ സെൽ എനി ക്വാണ്ടിറ്റി അറ്റ് എ സിംഗിൾ പ്രൈസ്. ഈ പി എന്നുള്ള പ്രൈസിന് അതിൽ എത്ര വേണമെങ്കിലും വിൽക്കാൻ ആര് തയ്യാറാണ്? ഫേം തയ്യാറാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻ്റയർ ഔട്ട്പുട്ടും അവർ വിൽക്കുന്നത് ഫേം ഇൻഡസ്ട്രി ഫിക്സ് ചെയ്യുന്ന ഈ ഒരു പ്രൈസിനാണ്. സോ ഫേം എന്താണ്? പ്രൈസ് ടേക്കർ ആണ്. ഇൻഡസ്ട്രി എന്താണ്? പ്രൈസ് മേക്കർ ആണ്. കൺഫ്യൂഷൻ ഉണ്ടായിനോ? മനസ്സിലായിനോ? എന്തുണ്ടെങ്കിലും പറയാട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാം, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതർ സബ്ജക്റ്റുകാർ പറയുന്നതായിരിക്കട്ടോ നല്ലത്, കാരണം നിങ്ങൾക്കായിരിക്കും കുറച്ചുകൂടി കൺഫ്യൂഷൻ ഉണ്ടാവുക. എക്കണോമിക്സ് ആർക്കും കൺഫ്യൂഷൻ. ഓക്കെ, ഓക്കെ, ഗ്രാഫ് പറയാം. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ വളരല്ലേ, ഇത് ഇൻഡസ്ട്രിയുടെ ആണ്. ഈ ഒരു പോർഷൻ നോക്കുവാണെങ്കിൽ ഇത് ഇൻഡസ്ട്രിയുടെ ആണ്, ഇതൊരു ഇൻഡിവിജ്വൽ ഫേമിന്റെ ആണ്. എങ്ങനെയാണ് ഫേം പ്രൈസിനെയും ഔട്ട്പുട്ടിനെയും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് പ്രൈസും ഔട്ട്പുട്ടും ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് ഫേം ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഈ DD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവാണ്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫേമുകൾ ചേരുന്നതാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരുപാട്, അതായത് ഒരുപാട് ഫേമിന്റെ, അതായത് ഒരുപാട് സെല്ലേഴ്സിൻ്റെതാണ് ഈ ഒരു ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഓഫ് കർവ് ഓഫ് ഓരോ സിംഗിൾ ഫേമിന്റെയും കൂടി ചേരുന്നതാണ് ഇത് കേട്ടോ. അതായത് ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ്. ആൻഡ് SS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവാണ്. ഡിമാൻഡ് കർവും സപ്ലൈ കർവും എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ, ഡിഫറെന്റ് പ്രൈസിന് എത്രയാണ്, ഡൗട്ടാണോ അല്ലെങ്കിൽ കൈതട്ടതാണോ മനസ്സിലാവുന്നില്ല. ഓക്കെ, DD എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫറെന്റ് പ്രൈസിന് എത്ര ക്വാണ്ടിറ്റി ആണ് നമ്മൾ
ഡിമാൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് പ്രൈസിന് എത്രയാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിലൊന്നും കൺഫ്യൂഷൻ ഇല്ലല്ലോ, എന്താണ് ഡിമാൻഡ് കർവും എന്താണ് സപ്ലൈ കർവും പറയുന്നത് എന്നുള്ളത് ഇല്ലാന്ന് കരുതുന്നു. ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, the amount or the quantity buy at a given price, അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവൽ ഓഫ് പ്രൈസിൽ ബയേഴ്സ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ആണ് ഡിമാൻഡ് കർവ് കാണിക്കുന്നത്. ഡിഫറെന്റ് ലെവൽ പ്രൈസിൽ സെല്ലേഴ്സ് വിൽക്കാൻ തയ്യാറായിട്ടുള്ള ക്വാണ്ടിറ്റി ആണ് സപ്ലൈ കർവ് കാണിക്കുന്നത്. ഓക്കെ, ARMR ഒക്കെ പറയാം, ഞാൻ അവിടെ എത്തിയിട്ടില്ല, ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. സോ ഡിമാൻഡ് കർവും സപ്ലൈ കർവും നമ്മൾ പറഞ്ഞു. ഈ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് ഇക്വിലിബ്രിയം പ്രൈസ് എങ്ങനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. സോ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈ, ഇൻഡസ്ട്രിയുടെ സപ്ലൈക്ക് ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് എന്ത്, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. Equilibrium price is the price at which quantity demanded is equal to quantity supply. So ഇൻഡസ്ട്രിയുടെ ഡിമാൻഡും ഇൻഡസ്ട്രിയുടെ സപ്ലൈയും ഈക്വൽ ആകുന്ന ഈ ഒരു പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വിലിബ്രിയം പ്രൈസ് നിർണ്ണയിക്കുന്നത്. സോ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റിലാണ് എന്ത്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് നിർണ്ണയിക്കപ്പെടുന്നത്. ആൻഡ് ഔട്ട്പുട്ട് Q എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് OQ. ഇത്രയും മനസ്സിലായില്ലേ? സൂര്യ മനസ്സിലായി, ഇത്രയും കാര്യം മനസ്സിലായില്ലേ? ബാക്കി ആർക്കും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും പറയാം. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന ഇൻഡസ്ട്രിയുടെ, അത് ശ്രദ്ധിക്കണേ, ഫേമിൻ്റെതല്ല, ഇൻഡസ്ട്രിയുടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പറയാം, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇൻഡസ്ട്രി എന്താണ്, പ്രൈസ് മേക്കർ ആണ്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രൈസ് മേക്കർ ആണ്, പ്രൈസ് ഉണ്ടാക്കുന്ന ആൾ അല്ലെങ്കിൽ പ്രൈസിനെ കണ്ടുപിടിക്കുന്ന ആൾ. മേക്കർ എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രൈസ് മേക്കർ. അതിവിടെ ഞാൻ ടേം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻഡസ്ട്രി ഈസ് ദ പ്രൈസ് മേക്കർ. ഇൻഡസ്ട്രി എന്താണ്, പ്രൈസ് മേക്കർ ആണ്. ഈ ഇൻഡസ്ട്രി ഫിക്സ് ചെയ്യുന്ന പ്രൈസ്, അതായത് ഇൻഡസ്ട്രിയുടെ ഡിമാൻഡും സപ്ലൈയും കൂടി ഫിക്സ് ചെയ്യുന്ന ഈ ഒരു പ്രൈസ് ആരെ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഓരോ ഫേമും ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ പ്രൈസിനായിരിക്കും അവർ എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് വിൽക്കുക. സോ ഫേമിനെ നമുക്ക് എന്ത് പറയാം, പ്രൈസ് ടേക്കർ ആണ്. ഇൻഡസ്ട്രി ഫിക്സ് ചെയ്യുന്ന, മേക്ക് ചെയ്യുന്ന പ്രൈസ് ഇവർ ടേക്ക് ചെയ്യുന്നു. സോ ഫേം പ്രൈസ് ടേക്കർ ആണ്. അത്രയും കാര്യം മാത്രമേ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ARഉം MRഉം ഒക്കെ പറയാനുണ്ട്. സോ ഇത്രയും കാര്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ് ഇൻഡസ്ട്രീന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇൻഡസ്ട്രി പ്രൈസ് ഫിക്സ് ചെയ്തു. സോ ഈ ഒരു ഭാഗം കഴിഞ്ഞു കേട്ടോ. ഇൻഡസ്ട്രി പ്രൈസ് ഫിക്സ് ചെയ്തു, അത് ഫേം എടുത്തു, ആ പ്രൈസിനെ ഫേം ആക്സെപ്റ്റ് ചെയ്തു. ഫേം പ്രൈസ് ടേക്കർ ആണ്. ആൻഡ് സെൽ എനി ക്വാണ്ടിറ്റി അറ്റ് ദി സെയിം പ്രൈസ് ആൻഡ് ദേ ആർ, ഫേം എന്ത് ചെയ്യും, സെൽ ദെയർ എൻറ്റയർ ക്വാണ്ടിറ്റി അറ്റ് എ സിംഗിൾ പ്രൈസ്. OP എന്ന് പറയുന്ന സിംഗിൾ പ്രൈസ് ഫിക്സ്ഡ് ബൈ ദ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി ഫിക്സ് ചെയ്ത OP എന്ന് പറയുന്ന ഈ ഒരു സിംഗിൾ പ്രൈസിന് അവർ എന്ത് ചെയ്യാം, എത്ര വേണമെങ്കിലും വിൽക്കാൻ തയ്യാറാണ്. സോ അതുകൊണ്ട് തന്നെ ഫേമിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്താണ്, ഫേമിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആണ് ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് ഹൊറിസോണ്ടൽ ആണ് എന്ന് പറയാം. ഇതാണ് ഫേമിന്റെ ഡിമാൻഡ് കർവ്. ഇതെന്താണ്, ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. എന്തുകൊണ്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫേമിന്റെ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ ആവുന്നത്? ഇതാണ് ഹൊറിസോണ്ടൽ കേട്ടോ. ഹൊറിസോണ്ടൽ ആവുന്നത് എന്തുകൊണ്ടാണ്? ഇൻഡസ്ട്രി ഫിക്സ് ചെയ്യുന്ന പ്രൈസ് അക്സെപ്റ്റ് ചെയ്യുക മാത്രമാണ് ഫേം ചെയ്യുന്നത്. ഫേം എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും വിൽക്കുന്നത് എന്താണ്, ഒരു സിംഗിൾ പ്രൈസിനാണ്. അതുകൊണ്ട് ഫേമിന്റെ ഡിമാൻഡ് കർവ് എന്താണ്, ഹൊറിസോണ്ടൽ എന്ന് പറയാം. ഹൊറിസോണ്ടൽ ടു എക്സ് ആക്സിസ്. ഓർ ഇതിനെ നമുക്ക് എന്ത് പറയാം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഇൻഫിനിറ്റ്ലി ഇലാസ്റ്റിക് എന്നൊക്കെ പറയാം കേട്ടോ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി ഇലാസ്റ്റിക് ആണ്. അത് മനസ്സിലായോ? ഇൻഡസ്ട്രി പ്രൈസ് ഫിക്സ് ചെയ്യുന്നു, ഫേം ആ പ്രൈസ് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ പ്രൈസിനാണ് ഫേം പ്രോഡക്റ്റ് വിൽക്കുന്നത്. സോ അതുകൊണ്ട് ഫേമിന്റെ ഡിമാൻഡ് കർവ് എന്താണ്, ഒരു ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആണ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഡി എന്ന് കാണുന്നില്ലേ നിങ്ങൾ ഇവിടെ, ഫേമിൻ്റെത് എന്താണ്, എക്സ് ആക്സിസ്. ഇതാണ് എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്.
ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കർവ്, അല്ലെ ഇൻഫിനിറ്റ്ലി ഇലാസ്റ്റിക് കർവ് എന്നൊക്കെ വിളിക്കും. പിന്നെ അറിയേണ്ടത് AR എന്താണ്, MR എന്താണെന്നൊക്കെ അറിയണം അല്ലെ. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, ഫേമിന്റെ പ്രൈസും ഡിമാൻഡ് കർവും തുല്യമാണെന്ന് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവും പ്രൈസും തുല്യമായത് എന്നുള്ളത് മനസ്സിലായല്ലോ. P is equal to D ആണ്. ഫേമിന്റെ കാര്യമാണ്, ഇൻഡസ്ട്രി അല്ല ഫേം. പ്രൈസ് ഈസ് ഈക്വൽ ടു ഡി ആണ്. എന്തുകൊണ്ടാണ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഡി? ഇൻഡസ്ട്രി ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ഫേം ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രൈസിനാണ് ഫേം എൻ്റയർ ക്വാണ്ടിറ്റിയും വിൽക്കുന്നത്. സോ അതുകൊണ്ട് P ഈസ് ഈക്വൽ ടു ഡി ആണ് എന്ന് മനസ്സിലായല്ലോ. അത്രയും കാര്യം മനസ്സിലായെന്ന് എഴുതുന്നു. സോ ഇനി നമ്മൾ പറയേണ്ടത് AR എന്ന് പറയുന്നത് അല്ലെ. AR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആവറേജ് റവന്യൂ ആണ്. AR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് റവന്യൂ ആണ്. AR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് റവന്യൂ ആണ്. ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ ദ റവന്യൂ ഏൺഡ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഓരോ യൂണിറ്റ് ഔട്ട്പുട്ടിൽ നിന്നും കിട്ടുന്ന റവന്യൂനെയാണ് നമ്മൾ ആവറേജ് റവന്യൂ എന്ന് പറയാം. ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ സിറ്റുവേഷൻ എന്താണ്? സെയിം പ്രൈസിലാണ് ഓരോ ക്വാണ്ടിറ്റിയും വിൽക്കുന്നത് അല്ലെ. സോ അതുകൊണ്ട് എന്താണ്? AR ഈസ് ഈക്വൽ ടു പ്രൈസ് ആണ് എന്ന് പറയാം. ARഉം പ്രൈസും എന്താണ്? തുല്യമാണ്. AR ഈസ് ഈക്വൽ ടു പ്രൈസ്. അല്ല, മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡീഷണൽ റവന്യൂ ആണ് മാർജിനൽ റവന്യൂ അഥവാ MR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. MR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ അഡീഷണൽ റവന്യൂ ഫ്രം പ്രൊഡ്യൂസിങ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഔട്ട്പുട്ട്. ഒരു എക്സ്ട്രാ യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡീഷണൽ റവന്യൂനെയാണ് നമ്മൾ MR എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? പ്രൈസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രൈസിനാണ് എൻ്റയർ ക്വാണ്ടിറ്റിയും വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ AR ഈസ് ഈക്വൽ ടു പ്രൈസ് ഈസ് ഈക്വൽ ടു MR ഈസ് ഈക്വൽ ടു ഡിമാൻഡ് ആണ്. അതായത് പ്രൈസും AR കർവും MR കർവും ഡിമാൻഡ് കർവും ഒക്കെ എന്താണ്? തുല്യമാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? പ്രൈസ് ഈസ് ഈക്വൽ ടു AR ഈസ് ഈക്വൽ ടു MR ഈസ് ഈക്വൽ ടു ഡിമാൻഡ് കർവ്. ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എങ്ങനെയാണ് പ്രൈസ്? നമ്മൾ ഇതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻ ആക്കേണ്ട. പ്രൈസിനെ നിർണ്ണയിക്കുന്നത് ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് സപ്ലൈ ആണ്. ഇൻഡസ്ട്രി ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ഫേം ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു സിംഗിൾ പ്രൈസിന് അവർ എൻ്റയർ ക്വാണ്ടിറ്റിയും വിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആണ്. ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആണ്. അവർ എൻ്റയർ ക്വാണ്ടിറ്റിയും വിൽക്കുന്നത് ഒരു സിംഗിൾ പ്രൈസിനാണ്. സോ അവിടെ ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂവും ഡിമാൻഡ് കർവും എല്ലാം എന്താണ്? സെയിം ആണ്. എല്ലാം ഒരേ ലൈൻ തന്നെയാണ്. കാരണം ഒരു സിംഗിൾ പ്രൈസ് മാത്രമേ അവിടെയുള്ളൂ. പ്രൈസ് ഡിഫറൻസ് ഇല്ല. കൺഫ്യൂഷൻ ഉണ്ട് ARലും MRലും. ഇതന്നെയാണ് ഞാൻ ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളതാണ്. ഇൻഡിവിജ്വൽ ഫേമിന് ഒരിക്കലും പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ആരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് കർവും മാർക്കറ്റ് സപ്ലൈ കർവും ഈക്വൽ ആകുന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം പ്രൈസ്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആരാണ്? പ്രൈസ് മേക്കർ ആണ്. ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് ഇങ്ങനെ, ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. എന്നാൽ ഫേമിനെ സംബന്ധിച്ച് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഫേം എന്ത് ചെയ്യുന്നു? ഇൻഡസ്ട്രി ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ആക്സെപ്റ്റ് ചെയ്യുന്നു. സോ ഫേം പ്രൈസ് മേക്കർ ആണ്. ഫേം പ്രൈസ് ടേക്കർ ആണ്. ഇൻഡസ്ട്രി പ്രൈസ് മേക്കർ ആണ്. ഇൻഡസ്ട്രി ഫേമിന്റെ ഡിമാൻഡ് കർവ് ഓഫ് എ ഫേം എന്താണ്? ഇൻഫിനിറ്റ്ലി ഇലാസ്റ്റിക് ഓർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അല്ലെങ്കിൽ എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. എങ്ങനെ വേണമെങ്കിൽ പറയാട്ടോ. ഹൊറിസോണ്ടൽ ടു ദി എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് നമ്മള് ഓപ്ഷൻ കുറെയൊക്കെ ഉണ്ടാവും. ഹൊറിസോണ്ടൽ ടു എക്സ് ആക്സിസ്, വൈ ആക്സിസ് എന്നൊക്കെ ഉണ്ടാവും. സോ ഹൊറിസോണ്ടൽ എന്ന് മാത്രം നോക്കിയാൽ പോരാ, ഏത് ആക്സിസിലാണെന്ന് നോക്കണം. ഹൊറിസോണ്ടൽ ടു ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ആക്സിസ്, എക്സ് ആക്സിസിനാണ്. അല്ല പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കർവ് എന്ന് പറയാം അതിന് കേട്ടോ.
ഇൻഫിനിറ്റ്ലി ഇലാസ്റ്റിക് ഓർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. കൺഫ്യൂഷൻ ഇല്ലല്ലോ അല്ലേ? ഞാനിപ്പോ നോ മാത്രമേ കാണുന്നുള്ളൂ. കൺഫ്യൂഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് തോന്നുന്നല്ലേ നോ എന്നുള്ളത്? അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളതല്ലല്ലോ. ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് ആയ ഒരു ഗ്രാഫ് ഒന്ന് പഠിക്കുക. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് മീൻസ് ഇതാണ് പറഞ്ഞത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സിംഗിൾ പ്രൈസിനായിരിക്കും എൻ്റയർ ക്വാണ്ടിറ്റിയും അവർ വിൽക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. So perfect competition is a market structure characterized by a complete absence of rivalry among individual firms. എങ്ങനെ നമുക്ക് പറയാം? ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്താണ്? ആബ്സെൻസ് ഓഫ് റൈവൽറി among individual firms. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് റൈവൽറി ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ റൈവൽറി ഇല്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഇത്രയും നേരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് വെച്ചിട്ട് പറയാൻ പറ്റുമോ? MR ഒന്നുകൂടി പറയണോ? ഓക്കെ, പറയാം. MR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അവിടെ നോട്ട് കൊടുക്കാത്തുണ്ടായിരിക്കും. മാർജിനൽ റവന്യൂ ആണ്. അതായത് മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അഡീഷണൽ യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കൂലേ, നമ്മൾ അതായത് അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ റവന്യൂനെയാണ് നമ്മൾ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു യൂണിറ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അഡീഷണൽ റവന്യൂ ആണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മാർജിനൽ റവന്യൂന്റെ നമുക്ക് മാർജിനൽ റവന്യൂ വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ എന്താണ് മാർജിനൽ റവന്യൂ എന്ന് മനസ്സിലാക്കുക. അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡീഷണൽ റവന്യൂ. നിങ്ങൾ ഇപ്പോ 10 ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, നിങ്ങൾ ഒരു എക്സ്ട്രാ 15 വീണ്ടും ഒരു 5 എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ 5 എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? അഡീഷണൽ ആയിട്ട് വീണ്ടും റവന്യൂ കിട്ടുമല്ലോ. സോ ആ ഒരു അഡീഷണൽ റവന്യൂനെയാണ് നമ്മൾ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രത്യേകത നോക്കുക. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലേക്ക് വരുമ്പം ഈ ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ കർവും എല്ലാം ഈക്വൽ ആണ്. കാരണം പ്രൈസിൽ ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. മനസ്സിലായിട്ടില്ലേ? ഓക്കെ, ചില ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ ഈ ARഉം MRഉം പ്രൈസും ഡിമാൻഡും ഒക്കെ തുല്യമാകാനുള്ള കാരണം സിംഗിൾ പ്രൈസിൽ ഇൻഡസ്ട്രി ഫിക്സ് ചെയ്യുന്ന സിംഗിൾ പ്രൈസ് ഫേം ആക്സെപ്റ്റ് ചെയ്യുന്നു, ആ പ്രൈസിന് വിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അതാണ് നമ്മൾ ഡിമാൻഡ് കർവ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി AR കർവും MR കർവും പ്രൈസ് കർവും ഒക്കെ തുല്യമാണ്. പ്രൈസ് എന്ന് പറയുന്നത് ARന് തുല്യമാണ്, MRന് തുല്യമാണ്, ഡിമാൻഡിന് തുല്യമാണ്. കാരണം പ്രൈസ് ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ ഈക്വൽ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ പ്രൈസിന് ഇൻഫിനിറ്റ് ക്വാണ്ടിറ്റി അവർ വിൽക്കുന്നുണ്ട് അല്ലെ. ഈ ഒരു ഒറ്റ പ്രൈസ് OP എന്ന് പറയുന്ന പ്രൈസിന് എന്താണ്? എനി ക്വാണ്ടിറ്റി, മുഴുവൻ ക്വാണ്ടിറ്റിയും വിറ്റ് തീർക്കുന്നത് ഈ OP എന്ന് പറയുന്ന ഒരു സിംഗിൾ പ്രൈസിനാണ്. സോ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഓക്കെ, അത് കൺഫ്യൂഷൻ ഇല്ലാന്ന് കരുതുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ഓക്കെ ആബ്സെൻസ് ഓഫ് റൈവൽറി ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ ആബ്സെൻസ് ഓഫ് റൈവൽറി ആണ്. അത് നിങ്ങൾ പറഞ്ഞു, ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ് അല്ലെ നമ്മൾ വെക്കുന്നത്. ഐഡന്റിക്കൽ അഥവാ സിമിലർ പ്രോഡക്റ്റ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ സെല്ലേഴ്സ് തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. എല്ലാവരും വെക്കുന്നത് എന്താണ്? ഒരേ ഫീച്ചറുള്ള യാതൊരു തരത്തിലുള്ള ഡിഫറൻസും ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ്. പ്രൈസ് ഡിഫറൻസ് ഇല്ല, പ്രോഡക്റ്റ് ഡിഫറൻസ് ഇല്ല അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇല്ല. പരസ്പരം കോമ്പീറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അവർക്ക് ആവറേജ് കോസ്റ്റ്, അവരുടെ കോസ്റ്റ് കുറച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് മാത്രമേ ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കോമ്പറ്റീഷനിലൂടെ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ്
റൈവൽറി എമംഗ് ഇൻഡിവിജ്വൽ ഫേംസ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഒരു സവിശേഷതയാണത്. മറ്റൊരു സവിശേഷത എന്ന് പറയാനുള്ളത് ലേസേഴ്സ് ഫെയർ മാർക്കറ്റ് മോഡൽ ആണ്. എന്താണ് ലേസേഴ്സ് ഫെയർ മാർക്കറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ? ലേസേഴ്സ് ഫെയർ മാർക്കറ്റ് മോഡൽ, അതായത് നോ ഗവൺമെന്റ് കൺട്രോൾ ആണ് കേട്ടോ. ലേസേഴ്സ് ഫെയർ മാർക്കറ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോ ഗവൺമെന്റ് കൺട്രോൾ. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞു എൻട്രി ബാരിയേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ എന്താ, ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻസും ഇല്ല. ടാക്സ്, സബ്സിഡി, അല്ലെങ്കിൽ ഒരു ഫേമിന് തുടങ്ങാൻ വേണ്ടി ലൈസൻസ്, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ബാരിയേഴ്സും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പറയാം എന്താ, നോ ലേസേഴ്സ് ഫെയർ മാർക്കറ്റ് മോഡൽ എന്ന് പറയാം, അല്ലെങ്കിൽ നോ ഫോം ഓഫ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ. ഗവൺമെന്റിന്റെ കൺട്രോൾ ഇല്ലാത്ത ഒരു മാർക്കറ്റ് മോഡൽ ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ലേസേഴ്സ് ഫെയർ മാർക്കറ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ലൈക്ക് ടാക്സ്, സബ്സിഡി, ലൈസൻസ് തുടങ്ങിയ തരത്തിലുള്ള ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മാർക്കറ്റ് മോഡലാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും മനസ്സിലായല്ലോ. അത് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് കണ്ടീഷനും കൂടി പറയാം. ഇതിലൊന്നും കൺഫ്യൂഷൻ ഇല്ലാന്ന് കരുതുന്നു. എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കർവ്? ഫേമിന്റെ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. എന്നാൽ ഫേമിന്റെ ഡിമാൻഡ് കർവാണ് ചോദിക്കുന്നതെങ്കിൽ അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്? ഇത് ഹൊറിസോണ്ടൽ ലൈൻ ആണ്. അതായത് ഒരു ഗിവൺ പ്രൈസിന് ഇൻഫിനിറ്റ് ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് അല്ലെങ്കിൽ വിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ബയേഴ്സ് ആർ willing to buy any quantity of the product at a given price, or sellers are sell any quantity of a product at a given price. ഇൻഫിനിറ്റ് ക്വാണ്ടിറ്റി അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമായിട്ടുള്ളത് അല്ലെ, അവരെ അതിനൊരു എൻഡിങ് ഇല്ല. ഇൻഫിനിറ്റ് ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അവരൊരു സിംഗിൾ പ്രൈസിന് വിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ. സോ പിന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ ഏതൊരു ഫേമിന്റെയും ലക്ഷ്യം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേമിനും എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ഉണ്ട് അല്ലെ. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റ് ഈസ് ദ ഓൺലി ഗോൾ ഓഫ് ദി ഫേം. രണ്ട് പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ള രണ്ട് റൂളുകൾ ഉണ്ട്. അതായത് ഏതൊക്കെയാണ്? ഒന്ന് വന്നിട്ട് MC is equal to MR എന്നുള്ളത്. ഏതൊരു ഫേമിന്റെയും പ്രോഫിറ്റ് അല്ലെ മാക്സിമം ആകുന്ന കണ്ടീഷൻ അഥവാ റൂൾ എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ട് MC is equal to MR എന്നുള്ളതാണ്. ആദ്യം MC എന്താണെന്ന് പറയണം അല്ലെ, മാർജിനൽ കോസ്റ്റ്. MC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാർജിനൽ കോസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ മാർജിനൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുമ്പോൾ ആലോചിക്കുക, അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് കേട്ടോ. അതായത് ഒരു എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സ്ട്രാ കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാ യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എക്സ്ട്രാ കോസ്റ്റ്. അതിനാണെങ്കിൽ മാർജിനൽ റവന്യൂ ഓൾറെഡി പറഞ്ഞു. എന്താണ് മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മറന്നുപോയാ? അഡീഷണൽ യൂണിറ്റ്, അതായത് ഒരു എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എക്സ്ട്രാ റവന്യൂ അല്ലെ. അതായത് ടോട്ടലിനോടുള്ള അഡീഷനെയാണ് നമ്മൾ മാർജിനൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ കോസ്റ്റിലേക്കുള്ള അഡീഷൻ. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ്. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ടു ടോട്ടൽ റവന്യൂ ആണ്. സോ ഈ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂയും തുല്യമാകുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ, തുല്യമാകണം എന്നുള്ളതാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. MC is equal to MR. മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഈക്വൽ ആണെങ്കിൽ എന്താണ് ഈ ഒരു റൂളിനെ പറയുന്ന പേരാണ് മാർജിനാലിസ്റ്റ് റൂൾ കേട്ടോ. മാർജിനാലിസ്റ്റ് റൂൾ. ആൻഡ് ഓൾസോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അതെന്താണ്? MC-യും MR-ഉം ഈക്വൽ ആവുക എന്നുള്ളതാണ്. എന്താണ് MC എന്ന് മനസ്സിലായല്ലോ? എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എക്സ്ട്രാ കോസ്റ്റ്.
ഒരു എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്ട്രാ റവന്യൂ, എക്സ്ട്രാ കോസ്റ്റും എക്സ്ട്രാ റവന്യൂവും ഈക്വൽ ആണെങ്കിൽ അവിടെ എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? എം സിയിലും എം ആറിലും ഡൗട്ട് ഇല്ല എന്ന് കരുതുന്നു. അതായത് എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്ട്രാ റവന്യൂ, എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്ട്രാ കോസ്റ്റും എന്ന് പറയുന്നത് ഈക്വൽ ആവുക. ഇതാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ള ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് ഈ എം ആർ കർവിനെ കട്ട് ചെയ്യണം. പക്ഷെ എങ്ങനെ കട്ട് ചെയ്യണം? ഫ്രം ബിലോ അല്ലെ. എം സി കർവ് മസ്റ്റ് കട്ട് എം ആർ കർവ് ഫ്രം ബിലോ. ഇതാണ് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അതാണ് ഈ ഒരു ഫിഗർ. നമ്മൾ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഫേമിന്റെ ഡിമാൻഡ് കർവാണിത്. എ ആർ ഈസ് ഈക്വൽ ടു എം ആർ ഈസ് ഈക്വൽ ടു ഡി. ഇവിടെ പ്രൈസ് അല്ലെ. ഫേമിനെ സംബന്ധിച്ച് പ്രൈസ് കർവും എ ആർ കർവും എം ആർ കർവും ഡിമാൻഡ് കർവും ഒക്കെ ഈക്വൽ ആണ്. കാരണം ഒരു സിംഗിൾ പ്രൈസിനാണ് അവർ ഇൻഫിനിറ്റ് ക്വാണ്ടിറ്റി വിൽക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു എന്താണ് മാക്സിമം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ള കണ്ടീഷൻ? എം സിയും എം ആർ ഈക്വൽ ആകണം. ഇതാണ് എം സി കർവ്. ഇതാണ് എം സി കർവ്. എം ആർ കർവ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഡിമാൻഡ് കർവ് തന്നെയാണ് എം ആർ കർവ്. സോ എം ആറും എം സിയും ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് ഈ ഇ എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്തായിരുന്നു? എം സി കർവ് കട്ട് എം ആർ ഫ്രം ബിലോ. എം ആറിനെ താഴെ നിന്ന് കട്ട് ചെയ്ത് കയറണം. ഇങ്ങനെ താഴേന്ന് കട്ട് ചെയ്ത് കയറണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ ഇക്വിലിബ്രിയം പോയിന്റിന് ശേഷം എന്തായിരിക്കണം? എം സി ഈസ് ഗ്രേറ്റർ ദാൻ എം ആറും ആയിരിക്കണം. എം സി ഈസ് ഗ്രേറ്റർ ദാൻ എം ആറും ആയിരിക്കണം. സോ ഇതാണ് മാക്സിമം പ്രോഫിറ്റ് ഓർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? നിങ്ങൾ ചോദിച്ചോ, ഇത്രയാണ് നമുക്ക് ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് ഡിറ്റർമിനേഷനിൽ ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ടേം ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് നമ്മൾ മാർക്കറ്റ് പറഞ്ഞു, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പറഞ്ഞു. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഹോമോജീനിയസ് പ്രോഡക്റ്റ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അത് പറഞ്ഞു. അത് തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണ്, ഇമാജിനറി ആണ്, അൺറിയലിസ്റ്റിക് ആണ്, നോട്ട് റിയൽ എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ സവിശേഷതകൾ, പിന്നെ എങ്ങനെയാണ് പ്രൈസും ഔട്ട്പുട്ടും ഡിറ്റർമൈൻ ചെയ്യുന്നത്, പ്രൈസും ഔട്ട്പുട്ടും നിർണ്ണയിക്കുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ആണ്. ഡിമാൻഡും സപ്ലൈയും ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രൈസ് എന്ത് ചെയ്യുന്നു? ഫേം ആക്സെപ്റ്റ് ചെയ്യുകയും ആ പ്രൈസിനാണ് അവരെന്ത് ചെയ്യുന്നത്? എൻ്റയർ ക്വാണ്ടിറ്റി വിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫേമിന്റെ ഡിമാൻഡ് കർവും എ ആർ കർവും എം ആർ കർവും ഒക്കെ ഈക്വൽ ആണ്. ഫേമിന്റെ പ്രോഫിറ്റ്, ഏതൊരു ഫേമിന്റെയും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തിരിക്കുന്ന രണ്ട് കണ്ടീഷൻ ഉണ്ട്. അതിൽ ഒന്നാണ് എം സി ഇസ് ഈക്വൽ ടു എം ആർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ആണ്. നമ്മൾ എം സി ഇസ് ഈക്വൽ ടു എം ആർ എന്ന് പറയുന്നതിലുപരി നമ്മുടെ കോസ്റ്റ്, അഡീഷണൽ കോസ്റ്റും അഡീഷണൽ റവന്യൂ ഈക്വൽ ആണല്ലോ. അവിടെ ലോസ് ഒന്നും ഉണ്ടാവുന്നില്ല. സോ നോർമൽ ആണ്, ഒരു നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. സോ എം സി ഇസ് ഈക്വൽ ടു എം ആർ എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? എം സി കർവ് എം ആറിനെ താഴെ നിന്ന് കട്ട് ചെയ്ത് പോവുക എന്നുള്ളത്. സോ ഈ ഒരു പോയിന്റ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ആവറേജ് കോസ്റ്റിന്റെ ഷേപ്പ് അനുസരിച്ചായിരിക്കും ഏത് പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നത്. നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ഇതിന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടേം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. കുറച്ച് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അതുകൂടി നമുക്ക് കാണിക്കാം. പിന്നെ നമ്മൾ ഇതിന്റെയൊക്കെ ഓരോ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ആണെങ്കിലും ഒരുപാട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതൊക്കെ തറവാകും കേട്ടോ. അതിൽ നിന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുമ്പോൾ തന്നെ ഓക്കെ ആവും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രീവിയസ്ലി മുന്നേ കുറച്ച് കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ നമുക്ക് എക്സാമിന് അതൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ വരെ ഈ എ ആർ എം ആർ എന്നൊക്കെ കാണുമ്പോഴായിരിക്കും. പക്ഷെ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഇതാക്കിയാൽ മതി, പഠിച്ചാൽ മതി. അപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകും. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ എന്തുകൊണ്ടാണ് ഈക്വൽ ആകുന്നത്? വെറുതെ അല്ല അല്ലെ. പ്രൈസ് ഫേം ഫിക്സ് ചെയ്യുന്ന പ്രൈസ്, സോറി ഇൻഡസ്ട്രി ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ഫേം ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്
അവരെന്ത് ചെയ്യുന്നത്, ആ സിംഗിൾ പ്രൈസിനാണ് അവിടെ എൻ്റയർ ക്വാണ്ടിറ്റിയും വിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ ആകുന്നത്. ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് തന്നെ, അല്ലെ പ്രൈസ് സിംഗിൾ ആയതുകൊണ്ട് തന്നെ എന്താണ്, AR കർവും MR കർവും ഒക്കെ സെയിം ആയി മാറുന്നു എന്നുള്ളതാണ്. സോ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കിയാൽ എന്താണ്, എല്ലാം ഈക്വൽ ആവുന്നു എന്നുള്ള ഒരിത് മനസ്സിലാവും. പിന്നെ ഇത് പഠിക്കണം, MC ഈക്വൽ ടു MR എന്ന് പറയുന്നത് അതൊരു റൂളാണ്. MCയും MRയും ഈക്വൽ ആകുന്ന ഒരു പോയിന്റിലാണ്. അതാണ് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിയുന്നത് MC കർവ് കട്ട് MR ഫ്രം ബിലോ ആൻഡ് ആഫ്റ്റർ ദ ഇക്വിലിബ്രിയം പോയിന്റ് MC ഈസ് ഗ്രേറ്റർ ദാൻ. ഇക്വിലിബ്രിയം പോയിന്റിന് ശേഷം, അതായത് കട്ട് ചെയ്ത് കയറിയതിന് ശേഷം MC ഈസ് ഗ്രേറ്റർ ദാൻ MR ആയിരിക്കും എന്നുള്ളത്. കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാനത് നിങ്ങൾ അത് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ പോൾ ചെയ്യാം കേട്ടോ. ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച്. വലിയ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നും ഈ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഓക്കെ, ലേസേഴ്സ് ഫെയർ മാർക്കറ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേസേഴ്സ് ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേമിന്റെ മീനിങ് തന്നെ നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ്, അല്ലെ ലിറ്റിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ്. അതായത് ഗവൺമെന്റിന്റെ കൺട്രോൾ കുറവാണ്. നോ ഓർ ലിറ്റിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്നാണ് ലേസേഴ്സ് ഫെയർ എന്ന വാക്കിന്റെ അർത്ഥം. ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ, അതായത് ഗവൺമെന്റ് എക്കോണമിയിലേക്ക്, പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ കുറവായിരിക്കും, അല്ലെ തീരെ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ടേമിന്റെ അർത്ഥം എന്ന് പറയുന്നത്. 1 മിനിറ്റ്, ചാർജ് തീരുന്നുണ്ട്, 1 മിനിറ്റ്. ഓക്കെ, ലേസേഴ്സ് ഫെയർ മോഡലാണ് നമ്മൾ പറഞ്ഞത്. ലേസേഴ്സ് ഫെയർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്, ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ലീസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നോ എന്നുള്ളതാണ്, തീരെ ഉണ്ടായില്ല. അതായത് ഇപ്പൊ ഒരു എക്കോണമിയിൽ നമുക്കറിയാലോ, ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ലൈസൻസ് വേണം. അതുപോലെ ആ ഫേമിന് എന്തൊക്കെ ഉണ്ടാവും, ഫേമിന്റെ മേലെ ഗവൺമെന്റ് എന്തൊക്കെ ടാക്സ് ഇമ്പോസ് ചെയ്യും, അല്ലെ. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള രീതിയിൽ ഗവൺമെന്റ് ഇന്റർവെൻ ചെയ്യും. എന്നാൽ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ അങ്ങനെയുള്ള യാതൊരു ബാരിയറും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത് കേട്ടോ. അതായത് ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തെങ്കിലും ഇപ്പൊ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാൻ ലൈസൻസ് കൊടുക്കുക, അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ യാതൊരു തരത്തിലുള്ള ഇടപെടലും മാർക്കറ്റിന് ആവശ്യമില്ല എന്നുള്ളതാണ്, അല്ലെ മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണെന്ന് പറഞ്ഞില്ല, അതിന്റെ വേറൊരു രീതിയിൽ പറയുന്നത് എന്ന് മാത്രം. ലേസേഴ്സ് ഫെയർ മാർക്കറ്റ് മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രം കേട്ടോ. ഗവൺമെന്റ് എക്കോണമിയിൽ ഇന്റർവെൻ ചെയ്യുന്നില്ല, ഗവൺമെന്റിന്റെ റെഗുലേഷൻ എക്കോണമിയിൽ ഇല്ല, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്, ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും എക്കോണമിയിലില്ല. സോ അതാണ്. സോ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് ഏതാണ് എന്നുള്ളതാണ്. നിങ്ങൾ കമന്റ് ചെയ്തു. ഓക്കെ, ആൻസർ ഏതാണ്, ഡി ആണ് അല്ലെ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഇവിടെ നിന്നൊക്കെ വരും കേട്ടോ. ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏത് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, ചിലപ്പോൾ മാർക്കറ്റ് എടുത്ത് ചോദിക്കാം കേട്ടോ. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണെങ്കിലും ഏതൊരു മാർക്കറ്റിലാണെങ്കിലും ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പ്രൈസ് ആണ്. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which of the following is an assumption of the model of perfect competition? Perfect competition model മാർക്കറ്റിന്റെ assumption ഏതൊക്കെയാണ് എന്നുള്ളതാണ്. Product homogeneity, no government regulation, perfect mobility of factors of production, all of the above. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, നമ്മൾ ആ ഫീച്ചേഴ്സ് പഠിച്ചു വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹോമോജിനിയസ് പ്രോഡക്റ്റ് ആണ്, പകരം ഹോമോജിനിറ്റിക്ക് പകരം ഐഡന്റിക്കൽ എന്ന് ചോദിക്കാം, സിമിലർ പ്രോഡക്റ്റ് എന്ന് ചോദിക്കാം, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് എന്ന് ചോദിക്കാം, അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അതുപോലെ ലേസേഴ്സ് ഫെയർ എന്ന ടേമിന് പകരം ഇവിടെ ചോദിച്ചാണ്ടില്ലേ നോ ഗവൺമെന്റ് റെഗുലേഷൻ എന്ന, ഈ നോ ഗവൺമെന്റ് റെഗുലേഷന് പകരം ലേസേഴ്സ് ഫെയർ എന്ന ടേം തരാം. പിന്നെ പെർഫെക്റ്റ്
മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓൾ ദി അബോവ് ആണ് ആൻസർ വരിക. ഇതൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ. ഇൻ ദ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അറ്റ് ഷോർട്ട് റൺ ദ ഫേം ഈസ് എ പ്രൈസ് ഡാഷ്, അവിടെ നമ്മൾ ഫില്ല് ചെയ്യണം, ആൻഡ് ക്യാൻ സെൽ ഡാഷ് എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് അറ്റ് ദ ഗോയിങ് മാർക്കറ്റ് പ്രൈസ്. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആണ്. ഫേം എന്താണ്? ഫേം എന്നാണ് ചോദ്യം. നിങ്ങൾ ഇത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഫേം ആണോ ചോദിച്ചിട്ടുള്ളത്, ഇൻഡസ്ട്രി ആണോ ചോദിച്ചിട്ടുള്ളത് എന്നുള്ള ഉറപ്പ് വരുത്തണം. ഫേം ആണെങ്കിൽ ആരായിരിക്കും, ഇൻഡസ്ട്രി ആണെങ്കിൽ ആരായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട്. ഓക്കെ, ആൻസർ കുറെ എല്ലാരും തെറ്റിച്ചെന്ന് തോന്നുന്നു. അതിന് ശരിയാക്കിയിട്ടുണ്ടോ? ആൻസർ എ ആണ് കേട്ടോ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫേം പ്രൈസ് ടേക്കർ ആണ്, അതിലായിരിക്കും കൺഫ്യൂഷൻ ഇല്ല. ഫേം പ്രൈസ് ടേക്കറും ഇൻഡസ്ട്രി പ്രൈസ് മേക്കറും ആണ്. പക്ഷെ ക്യാൻ സെൽ എനി എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് അറ്റ് ദ ഗോയിങ് പ്രൈസ്. അല്ല, അവർക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും വിൽക്കാം. എനി എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് അറ്റ് ദി ഗോയിങ് പ്രൈസ്. ഇത്ര ഒരു ലിമിറ്റേഷൻ ഇല്ല. എനി എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് അറ്റ് ഗോയിങ് പ്രൈസ്. സെൽ ദ എൻറ്റയർ ക്വാണ്ടിറ്റി ഓർ എനി ക്വാണ്ടിറ്റി at the price fixed by the industry. ഇൻഡസ്ട്രി പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പ്രൈസിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര വേണമെങ്കിലും വിൽക്കാൻ പറ്റും. സോ ടേക്കർ ആണ് കേട്ടോ. പ്രൈസ് ടേക്കർ ആൻഡ് സെൽ എനി എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട്. ഇത് ഇങ്ങനെയുള്ളതാണ് കുറച്ച് കൺഫ്യൂഷൻ വരിക. സോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ഓക്കെ ആവും അല്ലെ. ഫേംസ് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫേസ് എ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫേമിന്റെ ഡിമാൻഡ് കർവിനെ പറ്റിയ ചോദ്യം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ആണോ, അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ആണോ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ കർവ് ആണോ, രണ്ടും ചോദിക്കുന്നുണ്ട്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ കർവ് ആണോ. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫേമിന്റെ ഡിമാൻഡ് കർവ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണോ അതോ ഇൻഇലാസ്റ്റിക് ആണോ, അതോ സപ്ലൈ കർവ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്? ഫേസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ആണ് അല്ലെ. ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ്, ഹൊറിസോണ്ടൽ ഓർ ഇൻഫിനിറ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ആണ് ഫേസ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആണ് അല്ലെ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് അല്ല, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. സപ്ലൈ കർവ് എന്താണ് ഫേമിന്റെ? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സപ്ലൈ കർവ് എന്താണ്? സപ്ലൈ കർവ് എന്ന് പറയുന്നത് എം സി കർവിന്റെ റൈസിംഗ് പോർഷൻ ആണ്. എം സി കർവ് ആണ് സപ്ലൈ കർവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. ഫേമിന്റെ സപ്ലൈ കർവ് ആണെങ്കിൽ എന്തായിരുന്നു? സോറി, ഫേമിന്റെ അല്ല, ഇവിടെ ഇൻഡസ്ട്രിയുടെ ആണെങ്കിൽ ചോദിച്ചത് എന്താ പറയാ? ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവാണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ എന്തായിരിക്കും? ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് ആണെങ്കിൽ അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് ആണെങ്കിൽ അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗും, ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ് ആണെങ്കിൽ അത് അപ്വേർഡ് സ്ലോപ്പിംഗും ആയിരിക്കും. ഫേമിന്റെ ആയതുകൊണ്ട് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഫേമിന്റെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് എം സി കർവ് ആണ്. ആൻസർ ആണ്. എക്സാം ടൈമിൽ നമുക്ക് ഇത് റിലേറ്റ് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഇടാം. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏരിയസ് എല്ലാം നമുക്ക് ക്വസ്റ്റ്യനിലൂടെ അങ്ങനെ പഠിക്കാം കേട്ടോ. അന്നേരം എക്സ്പ്ലനേഷൻ കൂടി കിട്ടുമ്പോൾ, ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സും കൂടി കിട്ടുമ്പോൾ അതുകൂടെ പഠിക്കാൻ പറ്റും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് റിപ്പീറ്റഡ് ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മാക്സിമം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ചോദിക്കുക. ഇപ്പൊ എക്കണോമിക്സ് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഒരു ബേസിൽ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള ഏരിയയിൽ ഒരു ബേസിക് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളതായിരിക്കും ചോദിക്കുക. ഇപ്പൊ നമ്മളന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ, സി ഡി പ്രൊഡക്ഷൻ ഒക്കെ ചോദിക്കുമ്പോൾ അത് ജസ്റ്റ് പ്രോപ്പർട്ടീസ്, അത് തന്നെയാണ് സി ഡി പ്രൊഡക്ഷൻ ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് അധികം കോമ്പറ്റേറ്റീവ് എക്സാമിന് അത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത്. അങ്ങനെയുള്ള ചോദ്യം തന്നെ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഇവിടെ ഇതാണ് ഈ ഡൗട്ട് വരെ, ഇൻഡസ്ട്രി ആണോ ഫേം ആണോ
അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ ഡിമാൻഡ് കർവ് തന്നെ നിങ്ങൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പെട്ടെന്ന് ചിലപ്പോൾ ചോദിക്കും, ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നിങ്ങൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, ഫേമിന്റെ പോയിട്ട് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണല്ലോ പഠിച്ചത് അത് പറഞ്ഞിട്ട് ഫേമിന്റെ പോയിട്ട് ക്ലിക്ക് ചെയ്യും. സോ അങ്ങനെയല്ലായിരിക്കും തെറ്റുക. ഏതാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ഇവിടെ ഫേമാണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ എക്സാമിന് കുറച്ചുകൂടി ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇൻഡസ്ട്രി എന്ന് ചോദിക്കാം അല്ലെ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡിമാൻഡ് കർവും പെർഫെക്റ്റ് കോമ്പറ്റീഷനും മാത്രമേ നോക്കൂ, ഏതാണ് ചോദിച്ചതെന്നുള്ളത് ചിലപ്പോൾ നോക്കില്ല. സോ ഫേം ആണെങ്കിൽ അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇൻഡസ്ട്രി ആണെങ്കിൽ അതെന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് നോർമൽ ഡിമാൻഡ് കർവ് തന്നെ ആയിരിക്കും. ക്വസ്റ്റ്യൻ ഇടാട്ടോ. അപ്പൊ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ കഴിഞ്ഞിട്ടാവും മാർക്കറ്റ് സ്ട്രക്ചറിന്റെ എക്സാം കണ്ടക്ട് ചെയ്യും. ആ സമയത്ത് നമുക്ക് എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ചെയ്യാം. ഞാൻ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയ എന്നൊക്കെ ഇത്രേ ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ. എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഫീച്ചേഴ്സ് നോക്കുക, പറഞ്ഞില്ലേ, പ്രൈസ് ടേക്കർ, പ്രൈസ് മേക്കർ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ എന്തൊക്കെയാണ് സവിശേഷത, ഹോമോജീനിയസ് പ്രോഡക്റ്റ് എങ്ങനെയാണ്, ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്, അത് പെർഫെക്റ്റ്, അതിന്റെ വേറൊരു ടേമാണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഹോമോജീനിയസ് ആയതുകൊണ്ട് തന്നെ അത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. അങ്ങനെ ഏതൊക്കെ ടേം ആണ്, അതുപോലെ ലേസേഴ്സ് ഫെയർ ആണ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു ഇപ്പം. അതുപോലെ ആരാണ് പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, എവിടെയാണ് ഡിമാൻഡ് സപ്ലൈ ആണ്, അത് ഏതിൻ്റെതാണ്, ഫേമിന്റെ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൈസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഓപ്ഷൻ തരാം, ഡിമാൻഡ് അല്ല ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫേംസ്, മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാണ്ട് അത് പഠിച്ചു വെക്കാം. ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് സപ്ലൈ ആണ് പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ.